എന്തായാലും സൂപ്പർ കപ്പിൽ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടങ്ങാൻ പറ്റിയെങ്കിലും കളി കണ്ട ആർക്കും വലിയൊരു തൃപ്തി ഒന്നും വന്നിട്ടുണ്ടാവില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എനിക്കും കളി കണ്ടിട്ട് അത്ര അങ്ങോട്ട് ഒരു സുഖമൊന്നും വന്നില്ല. കാര്യം ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് 50-50 മിനിറ്റിനുള്ളിലാണ് നമുക്കൊരു റെഡ് കാർഡൊക്കെ, നമുക്കല്ല അവർക്കൊരു റെഡ് കാർഡ് കിട്ടി, നമുക്കൊരു ബോണസ് ഒക്കെ കൈ കിട്ടിയത്. അപ്പോഴെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കളിക്കൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ഇന്ത്യൻ സീരീസിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ദിസ് ഇസ് RJ Andappan and you are watching AT Podcast Football Club. യെസ്, അപ്പോൾ നമ്മുടെ AT പോഡ്കാസ്റ്റിൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് യൂട്യൂബിൽ അധികം വലിയ സബ്സ്ക്രൈബർ നമ്പേഴ്സ് ഒന്നുമില്ല, അപ്പോൾ ഒന്ന് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് പോവാണ് കേട്ടോ. എന്തായാലും AIFFന്റെ നമ്മുടെ സൂപ്പർ കപ്പിൽ ആദ്യത്തെ മത്സരം രാജസ്ഥാൻ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബുമായിട്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് റിസൾട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ആൻഡ് OB നമ്മുടെ ന്യൂ നമ്പർ 9 ജേഴ്സി നമ്പർ 9 കളിക്കുന്ന OB ഒരു ഗോൾ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഒരു സെൻസിൽ ആലോചിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ കളി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിച്ചിൻ്റെ പ്രശ്നമാണോ, ബോൾ റോൾ ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഫുട്ബോൾ അനലൈസ് ചെയ്യുന്ന ചാനലൊന്നുമല്ല. നമുക്ക് തോന്നിയ കാര്യങ്ങളും നമുക്ക് ഉണ്ടായ സംശയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നു. അത് നിങ്ങളുടെയും കൂടെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ പ്രീ സീസൺ പരിപാടീസൊക്കെ ഇല്ലാതെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും, ടീമിൻ്റെ പ്ലെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിങ്ക് ഇല്ലാതെ കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എസ്പെഷ്യലി നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിലും നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതും മിക്ക ടീമുകളിലും കാണാൻ പറ്റുന്നില്ല. അവർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയത്തുമില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. കുറേയൊക്കെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് തന്നെയാണ് ബോളും കാര്യങ്ങളും എല്ലാം വന്നതെങ്കിലും റെഡ് കാർഡ് നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് അവരൊരു 1 ഡൗൺ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അതിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പേഴ്സണലി എനിക്ക് തോന്നി കേട്ടോ. ക്രോസുകളാണെന്നുണ്ടെങ്കിലും പലതും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എവിടേക്കൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. ചില സമയത്ത് ക്രിയേറ്റീവായിട്ട് പാസ് കൊടുക്കുന്നുണ്ട്, പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പാസ് പോകുന്നത് വേറെ എവിടേക്കൊക്കെയോ ആണ്. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മേ ബി ഇനി വരും മത്സരങ്ങളിൽ പതിയെ മാറുമായിരിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പറയുന്ന പോലെ ഒരു സീസൺ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക, ബോള് റിക്കവർ ചെയ്യാനാണെങ്കിലും ഒന്ന് ബോൾ ഇപ്പോൾ ഓക്കെ നമ്മുടെ ടീമിൻ്റെ നിന്ന് ഒരുപാട് മിസ് പാസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് ചിലപ്പോൾ വലിയ പാസുകളിലേക്ക് പോകുന്നില്ലെങ്കിലും കുറേയൊക്കെ നമ്മുടെ കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര മിസ്സായാലും ശരി വീണ്ടും ഞങ്ങൾ അതേ മിസ് തന്നെ ചെയ്യും എന്നുള്ള പോലെ തന്നെ മുന്നോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാജസ്ഥാൻ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനെതിരെ 3 പോയിന്റ്സ് നമുക്ക് അടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇതൊരു ഫസ്റ്റ് മാച്ചാണ്, അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് കീറി മുറിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സോ ആക്ച്വലി മാച്ച് വാസ് ഫൈൻ, പക്ഷെ കാണാൻ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി തോന്നിയത് എന്ന് പറയാം കേട്ടോ. ഇനിയുള്ള മാച്ചുകളിലും ഈ സൂപ്പർ കപ്പിലും നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷയുണ്ടോ എന്നും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ചിൽ കുപ്പിച്ചിൽ.